ശ്രീ VPP മുസ്തഫ. അതെ, ഞങ്ങൾക്ക് ഇവിടെ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ ഇവിടെ ചെക്കുട്ടിയും അതുപോലെ വസന്തും ഒക്കെ പറഞ്ഞ പോലെ കോടതി മുമ്പാകല്ലേ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സോറി സജീവനാണുള്ളത്. സോറി കാരണം എന്താ വെച്ചാൽ പേര് കിട്ടിയില്ല, ഞാൻ TV കാണുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമാണ്. സോറി സജീവട്ടാ. പിന്നെ ജാബർ, അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ പരിപാടി നടത്താൻ അനുമതി കൊടുത്ത ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ്. അവരത് പരിശോധിക്കും. അവിടെ കോടതി അലക്ഷ്യം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്ന് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, തുറന്നു പറഞ്ഞല്ലോ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. പക്ഷെ ഇപ്പോ നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിക്കാനുള്ള ഒരു ത്വരയിൽ അങ്ങ് കയറി കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവില്ലൂ, നാട് മുഴുവൻ ഇരുട്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്? എല്ലാ വർഷവും ശബരിമല മണ്ഡലകാലവും അതിന്റെ വ്രതവും അവിടത്തേക്കുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വരവും ഉണ്ട്. പക്ഷെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച സാഹചര്യം ഏതാ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയായി. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ക്ലബ്ബ്, ഒരു വായനശാല, ഒരു ചെറിയ വിദ്യാലയം, അവർ പോലും അത് സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ ഒരു മഹത്തായ സ്ഥാപനം അതിന്റെ രൂപീകരണത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നു, പ്ലാറ്റിനം ജൂബിലി. അതിലൊരു പരിപാടിയായിട്ടാണ് അവർ ആഗോള അയ്യപ്പ സംഗമം വെച്ചത് പന്തളത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ. അങ്ങനെ വെച്ച പരിപാടിയെ കുറിച്ചിട്ടാണ് ഇലക്ഷൻ സ്റ്റണ്ടാണ്, രാഷ്ട്രീയ സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയത് വലതുപക്ഷത്തിന്റെ നേതാക്കൾ, ബസന്തിന്റെ നേതാക്കൾ. പക്ഷെ ആ വാദങ്ങളാണ് കോടതി തള്ളിക്കളഞ്ഞത്. എന്നിട്ട് ഉപാധികളോടുകൂടി ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള അയ്യപ്പ സംഗമം നടത്താം. കോടതി ചോദിച്ചു, എന്താണ് അതുകൊണ്ട് കിട്ടാവുന്ന റിസൾട്ട് ഈ പ്ലാറ്റിനം ജൂബിലിയിൽ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം? ശരി, അങ്ങീ പറയുന്ന ഈ ദേവസ്വം ബോർഡിന്റെ ഈ പ്ലാറ്റിനം ജൂബിലി എന്ന രൂപത്തിലാണ് ഇത് പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കരുത് എന്ന് കോടതി എന്തിനു പറയണം? അല്ല, അത് പറഞ്ഞല്ലോ. കാരണം പൊതു സ്വത്ത് ഇതുപോലെ മറ്റൊരു ആഘോഷ പരിപാടിക്കായിട്ട് ചെലവഴിക്കരുത്, അതുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. കാരണം അന്ന് വന്ന വിമർശനങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും കോടതിയും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു ഉപാധി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നടത്താനേ പാടില്ല എന്നാണെങ്കിൽ കോടതിക്ക് ഈ പറഞ്ഞ പരാതികൾ സ്വീകരിച്ചിട്ട് ഈ അയ്യപ്പ സംഗമം വേണ്ട, ഇത് ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ്, നിങ്ങൾ ഇത് രാഷ്ട്രീയ പരിപാടിയാണ്, കോടതിക്ക് അത് തള്ളിക്കളാമായിരുന്നില്ലേ? അങ്ങനെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് പരിപാടി നടത്തുന്നതിനെ എന്തിനു കോടതി എതിർക്കണം? നിങ്ങൾ അധിക്ഷേപിച്ചത് കൊണ്ടോ അത് ഇരുട്ടാകില്ല. ഏറ്റവും ഗംഭീരമായിട്ട് ആ പരിപാടി നടത്താൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങൾ 600, നിങ്ങൾ 100, നിങ്ങൾ മറ്റേ വെൽക്കം ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും അതിൽ പങ്കെടുത്ത ആളുകൾക്ക് ബോധ്യമുണ്ട് എന്താണ് അവിടെ നടന്നത്. പിന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്, അന്ന് സമ്മേളനം നടത്തി അതിന്റെ ഒരു ലക്ഷ്യം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മാസ്റ്റർ പ്ലാൻ ആവില്ലല്ലോ. നമ്മൾ ഇത്തരം സെമിനാറുകൾ നടത്തുന്നത് എങ്ങനെയാണ്? ഇത്തരം നിർദ്ദേശങ്ങൾ നടത്തുന്നത് അത്തരം സെമിനാറുകളിലോ മറ്റും പങ്കെടുക്കാത്ത ആളല്ലല്ലോ ബസന്തും അതുപോലെ തന്നെ സജീവനൊക്കെ. നമ്മുടെ നാട്ടിൽ ചില പരിപാടികൾ നടത്തുമ്പോൾ ഒരു ഔട്ട്ലുക്ക്, പൊതു ഔട്ട്ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിരവധി സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ വിളിക്കും. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതെല്ലാം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിക്ക് കൊടുത്ത് അവർ തന്നെയാണല്ലോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനുകളും DPRകളും തയ്യാറാക്കി ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അടച്ചിട്ട റൂമിൽ ഏതാനും വിദഗ്ധർ മാത്രം പങ്കെടുത്തിട്ടല്ലോ, ഇതെല്ലാം കാണേണ്ടതാണ്. അല്ല, അപ്പൊ ഇത്രയും കോടികൾ ചെലവഴിച്ചു, ഈ പറയുന്ന സ്പോൺസർഷിപ്പിലൂടെ ഈ കോടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു, ആ കോടികൾ ഒട്ടും കിട്ടിയതുമില്ല, സ്പോൺസർമാർ പറ്റിച്ചു, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പൈസ പോയി, സർക്കാരിന്റെ പൈസ പോയി, ഇതിലിപ്പോൾ കോടതിയുടെ വിസ്തീർണം നൽകേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.